ഒരിക്കൽ വൃക്ഷങ്ങളെല്ലാം തങ്ങൾക്കൊരു രാജാവിനെ അഭിഷേകം ചെയ്യുവാൻ പോയി. അവ ഒലിവ് വൃക്ഷത്തോട്, നീ ഞങ്ങൾക്ക് രാജാവായിരിക്ക എന്ന് പറഞ്ഞു. അതിന് ഒലിവ് വൃക്ഷം, ദൈവവും മനുഷ്യരും എന്നെ പുകഴ്ത്തുവാൻ ഹേതുവായിരിക്കുന്ന എൻ്റെ പുഷ്ടി ഞാൻ ഉപേക്ഷിച്ച് വൃക്ഷങ്ങളുടെ മേലെ ആടുവാൻ പോകുമോ എന്ന് പറഞ്ഞു. ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ, വൃക്ഷങ്ങളെല്ലാം ഒലിവിൻ്റെ അടുക്കൽ വന്ന് ചോദിക്കുകയാണ്, നീ ഞങ്ങൾക്ക് രാജാവായിരിക്കാം. അതിന് ഒലിവ് കൊടുത്ത മറുപടി, ഞാനിപ്പോൾ നിൽക്കുന്നിടത്ത് നിന്ന് ഞാൻ മാറത്തില്ല. എൻ്റെ ദൈവമാണ് എന്നെ ഈ മണ്ണിൽ നട്ടത്. എനിക്കറിയാം എൻ്റെ പുഷ്ടി എന്താണെന്ന്. എൻ്റെ പുഷ്ടി അത് ദൈവത്തിന് പ്രസാദകരമാണ്, സന്തോഷമാണ്. അപ്പോൾ തന്നെ അത് മനുഷ്യർക്കും സന്തോഷമാണ്. ഞാൻ ദൈവത്തിനൊരു സന്തോഷമാണ്, ഞാൻ മനുഷ്യനും ഒരു സന്തോഷമാണ്. അതുകൊണ്ട് എന്നെ നട്ടിരിക്കുന്ന ഈ മണ്ണിൽ നിന്ന്, ഞാനിപ്പോൾ ആയിരിക്കുന്ന ഈ അവസ്ഥയിൽ നിന്ന് ഞാൻ മാറത്തില്ല. എൻ്റെ പുഷ്ടി ഞാൻ ഉപേക്ഷിക്കുകയില്ല. അത് നിലപാടാണ്. ഒലിവിനറിയാം ഒലിവിൻ്റെ പുഷ്ടി എന്താണെന്ന്. പ്രിയപ്പെട്ടവരെ, നാം ഓരോരുത്തരും അതറിയണം. നമ്മുടെ പുഷ്ടി എന്താണെന്ന്, നമ്മുടെ സ്റ്റാറ്റസ് എന്താണെന്ന്. സങ്കീർത്തനക്കാരൻ ഇങ്ങനെ പാടി, ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെ, പാപികളുടെ വഴിയിൽ നിൽക്കാതെ, പരിഹാസികളുടെ ഇരിപ്പിടത്തിലിരിക്കാതെ, യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ച് അവൻ്റെ ന്യായപ്രമാണത്തെ രാപ്പകൽ ധ്യാനിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. അവൻ ആറ്റരികത്ത് നട്ടിരിക്കുന്നതും തക്ക കാലത്ത് ഫലം കായ്ക്കുന്നതും ഇല വാടാത്തതുമായൊരു വൃക്ഷം പോലെ ഇരിക്കും. അവൻ ചെയ്യുന്നതൊക്കെയും സാധിക്കും. പ്രിയപ്പെട്ടവരെ, ഈ ലോകത്തോട് നമുക്ക് കോംപ്രമൈസ് ചെയ്യാൻ കഴിയുകയില്ല. നമുക്കൊരു പ്രമാണമുണ്ട്, നമുക്കൊരു വിശുദ്ധ ജീവിതമുണ്ട്. നമ്മുടെ ദൈവം വിശുദ്ധനാകയാൽ നമ്മൾ ഓരോരുത്തരും വിശുദ്ധരായിരിക്കണമെന്നാണ് ദൈവത്തിൻ്റെ കൽപ്പന. അങ്ങനെ നിങ്ങൾ ദൈവത്തെ സ്നേഹിച്ചാൽ, വചനത്തെ സ്നേഹിച്ചാൽ, വചനപ്രകാരം വേർപാടിലേക്കും വിശുദ്ധിയിലേക്കും വന്നാൽ ദൈവം നിങ്ങളെ ഒരു വൃക്ഷത്തെ പോലെ നടും. ആറ്റരികത്ത് നട്ടിരിക്കുന്ന ഒരു അനുഭവത്തിൽ തക്ക കാലത്ത് ഫലം കായ്ക്കുന്ന ഇലവാടാത്ത ഒരു വൃക്ഷം പോലെ നിങ്ങളാകും. നിങ്ങൾ ചെയ്യുന്നത് മുഴുവനും സാധിക്കും. ഒരു ദൈവിക അനുഗ്രഹം നിങ്ങളിൽ വെളിപ്പെടാൻ പോകുന്നു. വചനത്തിനു വേണ്ടി തീക്ഷ്ണത കാണിക്കുന്ന ദൈവവൈതലേ, ദൈവത്തെ വിട്ടുമാറാതെ ഈ ലോകത്തോട് വേർപെട്ട സത്യത്തിന് വേണ്ടി നിൽക്കുന്ന ദൈവവൈതലേ, നിന്റെ ജീവിതത്തിൽ അനുഗ്രഹം വെളിപ്പെടാൻ പോവുകയാണ്. വിശ്വസിക്കുക. ദൈവം നീതിയോടെ ഭയങ്കര കാര്യങ്ങളിൽ ഉത്തരവരുളും. ദൈവം നേരുള്ളവനാണ്. അവൻ നിന്റെ പാറയാണ്. ദൈവത്തിൽ നീതികേടില്ലെന്ന് ദൈവം കാണിക്കും. നീ പരമാർത്ഥതയോടെ, വിശ്വസ്തയോടെ ദൈവത്തെ സേവിച്ചതിൻ്റെ നന്മ നിന്നെ തേടി വരുന്നുണ്ട്. വിശ്വസിക്കുക. ദൈവത്തെ പരമാർത്ഥതയോടെ തന്നെ സേവിക്കുക. ദൈവം നമ്മെ ഓരോരുത്തരും ഈ പകൽ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.